ചാനൽ. അപ്പോ ഇപ്പൊ നമ്മളിത് നിൽക്കുന്നത് വീണ്ടും ഞങ്ങൾ വാഗമണിലേക്ക് വന്നു കേട്ടോ. ഇതിപ്പോ രണ്ടാമത്തെ വട്ടമാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞങ്ങൾ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനും ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മോളും കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ഇന്നലെ രാത്രിയോട് കൂടി ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. അപ്പോ നേരത്തെ നിന്ന ഹോട്ടലിലെ അവരുടെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ നേരത്തെ നിന്ന പ്രോപ്പർട്ടിയിലുള്ള വീഡിയോസ് കാര്യങ്ങളും ഞാനൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എന്താ പറയണേ, ഹിൽ മോങ്ക് എന്നാണ് കേട്ടോ അവരുടെ പ്രോപ്പർട്ടിയുടെ പേര്. ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, എവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഹിൽ മോങ്ക് കേട്ടോ. സോ ഇവരുടെ വേറൊരു പ്രോപ്പർട്ടിയിലായിരുന്നു ലാസ്റ്റ് ടൈം നിന്നത്. ഇത് വേറൊരു പ്രോപ്പർട്ടി. ഇവർക്ക് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. സോ അവരുടെ പേഴ്സണൽ നമ്പർ ഉണ്ടായിരുന്നു. സോ അവര് കോൺടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇത് കുറച്ച് ഹിൽ ടോപ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ബാക്കിൽ നല്ല അടിപൊളി ഞാൻ കണ്ടില്ല. മോളും ഏട്ടനും പോയതേ ഉള്ളൂ. ഞങ്ങളിത് റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണ്. തല കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് മുമ്പ് അയച്ചിട്ട് ജട പിടിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ജട പിടിക്കുന്നു. നമ്മൾ എണ്ണ എടുക്കാനായിട്ട് മറന്നു പോയേട്ടോ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞ് മുകളിലേക്ക് കെട്ടി വെച്ചു. ഞാൻ ഇങ്ങനെ കുട്ടിക്കെട്ട് ഈ കെട്ടത്ര ഏട്ടൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വെച്ച് കിടക്കട്ടെ ഇങ്ങനെ. കാരണം മുടിയൊക്കെ മൊത്തം പൊഴിഞ്ഞു പോയി. അപ്പൊ ഇനി പുറത്തോട്ടുള്ള കാഴ്ച നമുക്ക് വേഗം കാണാട്ടോ. ഞാൻ കാണിച്ചു തരാമേ. ഇതുപോലുള്ള ഈ മലയുടെ അപ്പുറത്താങ്ങാണ്ട് വരുന്നു. ഞങ്ങൾ ഇങ്ങനെ മൂന്നോടെ പോയിട്ട് തിരിച്ചു വന്നപ്പോ കണ്ടതാണെന്ന് തോന്നുന്നു. വരുന്ന സ്ഥലം ഇതൊക്കെയാണ് വാഗമൺ കാഴ്ചത്. ഈ വാഗമണിൽ വന്നേൽ അപ്പം ഷാരൂൺ ഇത് അഡ്വഞ്ചർ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഞങ്ങള് വാഗമണിലോട്ട് വന്നത്. ഒന്നുകിൽ സ്വിമ്മിംഗ് പൂള് അല്ലെങ്കിൽ അവർക്ക് അഡ്വഞ്ചർ പാർക്കിൽ പോകണമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എനിക്ക് പിന്നെ നേരെ വാഗമൺ. പക്ഷെ വാഗമണിൽ വന്ന വഴി എന്ന് പറയുന്നത് മൂന്നാറിന് വന്നപ്പോ കുറച്ചു ദൂരം അത്യാവശ്യം നല്ല വലിയ റോഡും കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളും ഒക്കെ ആസ്വദിച്ച് വന്നു. പക്ഷേ കുറച്ച് നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഡിപ്പെൻഡ് ചെയ്തു. അപ്പൊ ചെറിയ ഇടറോഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഏട്ടനാണെങ്കിൽ നല്ല ദേഷ്യമായിരുന്നു ഡ്രൈവ് ചെയ്യാനായിട്ട്. കാരണം എന്ന് വെച്ചാല് റോഡെല്ലാം അനുസരിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കുഞ്ഞു കുഞ്ഞു റോഡാണ് കേട്ടോ അവർ കാണിച്ചു തന്നത്. അവരെല്ലാം ഗൂഗിൾ ചേച്ചി കാണിച്ചു തന്നതാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ അതുവഴിയാണ് കേട്ടോ വന്നത്. പിന്നെ ഏകദേശം 8:30 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും. പിന്നെ നേരത്തെ വിളിച്ച് റൂമൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് രാത്രി വന്നിട്ട് റൂം ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. ഈ ഒരു ടോപ്പ് ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ച ടോപ്പാണ് കേട്ടോ. എന്റെ ചെന്നൈ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ ചെന്നൈയിൽ പോയ സമയത്ത് അവിടെ ജസ്റ്റ് സ്ട്രീറ്റിൽ ഇട്ടിരുന്നൊരു ടോപ്പാണ് കേട്ടോ. ഒരു സ്ട്രീറ്റിൽ ഒരു ചെറിയ ഷോപ്പിൽ, സ്ട്രീറ്റിൽ ഇട്ടിരുന്നില്ല, സ്ട്രീറ്റിൽ ഒരു ചെറിയ ഷോപ്പിൽ ഇട്ടിരുന്നൊരു ഡ്രസ്സാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എടുത്തതാ. വേറൊരു കാര്യം കാണിച്ചത് ഷാരോന്റെ പെരേടത്തിലല്ലേ ഈ പ്രോപ്പർട്ടിയുടെ വെളിയിലൊക്കെ ചാടി ഇറങ്ങി. ദൈവമേ, ഇവരൊന്ന് വഴക്ക് കിട്ടോ എന്തോ. ഇവരെന്തിനാ കാണിക്കുന്നത്? പേരൊക്കെ വെച്ചാൻ പോകുന്നതാണ് അച്ഛനും മോളും കൂടി. ഇത്രയും ദൂരൊക്കെ പിടിച്ചെടുത്തേടാ. റൂമിൽ കൊണ്ട് വെച്ചിട്ട് വരാം. അങ്ങനെ വളരെ വിജയകരമായി ഈ ഒരു കാര്യം അടിപൊളി. തണുപ്പുള്ളതുകൊണ്ട് രാത്രി വന്നപ്പോ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രാത്രി ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ ഒരാഴ്ച മുമ്പ് നമ്മൾ വന്നില്ല, ആ സമയത്ത് ഈ ഒരു തണുപ്പ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി നല്ല തണുപ്പ്. ചൂടായിരുന്നു കേട്ടോ. അകത്ത് ചൂടായിരുന്നു. ഫാൻ ഇട്ടിട്ടും എനിക്ക് ചൂടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയില്ല, ചൂട് കാരണം. ഇവിടെയാണോ? ഇവിടെയാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും അച്ഛൻ പോയി ചോദിച്ചിട്ടൊക്കെ വരട്ടെ. നമുക്ക് വളക്കോടെ നിൽക്കാം. നല്ല രസം കേട്ടോ. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. ഈ അച്ഛൻ വഴക്കുറഞ്ഞാല് ചോദിച്ചിട്ട് വരട്ടെ. ഈ ഒരു വഴി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആ ഒരു പ്ലേസിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് താഴേക്ക് ഇറങ്ങി പോകണം കേട്ടോ. താഴെയായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അത് മാത്രമല്ല സ്വിമ്മിംഗ് പൂൾ ആ ഒരു ലെവലിനും താഴെയായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് പൂരിയും ഉപ്പുമാവും ഇന്നലെ ഒന്നും കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ വരുന്നില്ല, അച്ഛനും മോളും കൂടെ പോയി കഴിച്ചോന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനാണ് മുമ്പേ ഇറങ്ങി കുറേ ഉപ്പുമാവ് എടുത്തു, 3 പൂരി എടുത്തു, 2 പൂരിയും ഉരുളക്കിഴങ്ങ് കറി ആദ്യം എടുത്തു, പിന്നെ 1 പൂരിയും കടലക്കറി എടുത്തു, പിന്നെ എന്തെടുത്തു 3 മുട്ട പൊരിച്ചതെടുത്തു, 2 ബ്രെഡും ജാമും എടുത്തു, പിന്നെ അവസാനം അവർ ബ്ലാക്ക് കോഫിയും കൂടി ഇട്ട് തന്നു. അത് നിറഞ്ഞ് ഫുള്ളായി. ഏട്ടൻ ദേ വരുന്നുണ്ട്. ഞങ്ങൾ പേയ്മെൻ്റൊക്കെ ചെയ്തിട്ടാണ് ഏട്ടൻ വരുന്നത്. പെർ ഹെഡ് 200. ഓഹോ, കഴിച്ചതൊക്കെ ഇപ്പൊ ദഹിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞോട്ടെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇവിടെ നിന്നുള്ള വ്യൂ. വെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോയി കൊണ്ട വെയിലായിരിക്കും. കഴിഞ്ഞ ആഴ്ചയെ വന്ന് കുറേ വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ച് പോയതാണ്. സ്വിമ്മിംഗ് പൂൾ അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഹോട്ടൽ എടുക്കേണ്ടതായിരുന്നു. കഷ്ടമായി. ഇപ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ, സ്വിമ്മിംഗ് പൂൾ ഹോട്ടലൊന്നും നമ്മൾ വാഗമൺ സൈഡിൽ നോക്കിയില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ രാത്രി ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരിക, എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യുക, റെസ്റ്റ് എടുക്കുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാറിലാണ് നമ്മൾ ഇതൊക്കെ നോക്കിയത്. വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയായിരുന്നു. അയ്യോ, ഒരെണ്ണം ആര് ജയിക്കുന്നോ അവർ ജയിച്ചു. ഓക്കെ, നീ കമ്പി ഗോൾ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളിതേ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സാധനങ്ങളൊക്കെ പറക്കി വെച്ചിട്ട് രാവിലെ തന്നെ നമ്മളങ്ങ് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ അടുത്ത അഡ്വഞ്ചർ പാർക്ക് അങ്ങോട്ടേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഒട്ടക്കുന്നിലും മറ്റിടത്തൊന്നും പോയി വെയിലുള്ളതിനായിട്ട് വൈകി കേട്ടോ. അപ്പോൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകാം. ഷാരോൺ അവിടെ പോയാൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ ഓടി നടന്നില്ലാത്ത സമയം വേസ്റ്റ് ചെയ്ത് അവിടെ ഇട്ട് ഇങ്ങോട്ട് കറങ്ങി നടക്കണ്ടല്ലോ. അപ്പോൾ നേരെ നമ്മൾ അഡ്വഞ്ചർ ട്രിപ്പിൽ പോവും. അഡ്വഞ്ചർ പാർക്കിൽ പോവും. അതിനുശേഷം ഞങ്ങൾ ഒരു 3 മണിയോട് കൂടി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നേരെ ഇവിടുന്ന് വാഗമണ്ണിൽ തിരിച്ച് വീട്ടിലേക്ക് പോകണം. രാത്രിയാകുമ്പോൾ വീട്ടിലെത്തണം. അങ്ങനെ ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം സമയം എത്ര മണിയായി ഷാരോണേ? എത്ര മണിയായിട്ടുണ്ടാവും? ഇപ്പോൾ ടൈം എത്രയായി? 10 മണിയായാ? 10 മണി കഴിഞ്ഞാണോ അല്ലേ? നോക്ക് പറ. 10:30 ആവാറായി കേട്ടോ. എല്ലാം ബാഗിലൊക്കെ ഇട്ട് വെച്ചു. ഇത് നമ്മുടെ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇന്നലെ വാങ്ങിച്ച ഫ്രൂട്ട്സ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതാണ്. ഇനി അതൊക്കെ വണ്ടിയിലിരുന്ന് കഴിക്കണം. ഇന്ന് കുറേ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഈ പരിവാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. റൂം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ആക്കി ഇട്ടിട്ടുണ്ട്. ഒരു ടൗലേ തന്നോളൂ കേട്ടോ. അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇന്നലെ പോയിട്ട് നമുക്ക് ചൂടുവെള്ളം കിട്ടിയില്ല. ചൂടുവെള്ളം കിട്ടാത്ത കാരണം പുറത്തൊരു സ്വിച്ച്, റൂമിനകത്തൊരു സ്വിച്ച് ഓൺ ചെയ്യണമല്ലോ, അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അത് കാരണം നമ്മൾ ഇന്നലെ തണുത്ത വെള്ളത്തിലാണ് കേട്ടോ കുളിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ എൻ്റെ ചേട്ടൻ അത് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതേ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുവാണ്. ഷാരോടെ അടച്ച് വീഴക്കാം. ഞങ്ങളിതേ മന്ദം കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മന്ദം ഒരു വീട്ടിൽ ഫ്രൂട്ട്സ് ഉണ്ടോ എല്ലായിട്ട് എടുത്ത് പോവുകയാണ്. ഷാരോണ്ട് നേരെ കയറി പോയിട്ട് അയ്യോ ഇങ്ങനെ കയറി ഞങ്ങളുടെ കാർ മാത്രം ഇവിടെ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ള കാറുകളൊക്കെ സൈഡിലാണ്. കുറച്ച് മുമ്പേ നിങ്ങൾ കണ്ടല്ലോ, ഓരോരുത്തർ പോകാനായിട്ട് പോവുകയാണെന്ന് തോന്നുന്നു കേട്ടോ.
മലയാളി ചേട്ടനെ കണ്ടിട്ട്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഈ പകല് വന്നാൽ അതിന്റെ ഒരു ഭംഗി കറക്റ്റ് അറിയത്തില്ല, വൈകുന്നേരം ഒരു 5:30 മണിയായിട്ടൊക്കെ വരുവാണെങ്കിൽ 5:30 മണിക്ക് ജസ്റ്റ് ആ ഒരു ഗാർഡൻ കംപ്ലീറ്റ് കണ്ടു തീർക്കുകയും ചെയ്യാം. അത് കഴിയുമ്പോൾ ലൈറ്റ് ആൻഡ് വാട്ടർ ലൈറ്റ് എന്തോ ഷോ അല്ലേ, ഡാൻസിങ് അങ്ങനെ എന്തൊക്കെ സംഭവം അല്ലേ, അങ്ങനെ കുറെ ഷോ ഉണ്ട്. ഒരു 6 മണിയാകുമ്പോൾ ലൈറ്റ്സ് ആ വാട്ടർ ഷോ, അപ്പൊ അതൊക്കെ ഒരു 6 മണിയാകുമ്പോൾ ഓൺ ചെയ്യും. അപ്പോഴാണ് അത് കാണാൻ ഭംഗി. ആ സമയത്താണ് ഭയങ്കര ജനവും. അപ്പൊ ആ ഒരു സമയത്ത് വരുന്നത് നല്ലത്. അപ്പൊ ഇതിനകത്തേക്ക് കയറാനായിട്ട് കാറിന് 30 രൂപയും ഒരാൾക്ക് അഡൽറ്റിന് 25 രൂപയും വെച്ചിട്ട് ചാർജ് പേ ചെയ്തു കേട്ടോ. അപ്പൊ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിള്ളേർക്ക് കളിക്കാനുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തെത്തി കേട്ടോ. അപ്പോൾ ചെന്ന സമയം തൊട്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കുറച്ചധികം നേരം ക്യൂവിൽ നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയത് കേട്ടോ. ഷാരോൺ പറഞ്ഞു അവർക്ക് 2 ഐറ്റത്തിൽ കയറിയാൽ മതി, അതായത് റോക്കറ്റ് ഇജക്ഷൻ അതുപോലെ തന്നെ സിബ് ലൈനിങ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ പാക്കേജസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സിൽവർ പാക്കേജ്, ഗോൾഡൻ പാക്കേജ്, അങ്ങനെ കുറേ പാക്കേജസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോക്ക് 2 കയറിയാൽ മതി എന്ന് പറഞ്ഞു. ആ 2 വേണ്ടിയിട്ടുള്ള ടിക്കറ്റിനാണെങ്കിൽ കൂടിയും 20 മിനിറ്റിൽ കൂടുതൽ ഞങ്ങൾ ക്യൂ നിന്ന് കേട്ടോ. എന്നിട്ടാണ് ആ ടിക്കറ്റ് ഒന്ന് കിട്ടിയത്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഈ ഒരു റോക്കറ്റ് ഇജക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. സിപ്പ് ലൈൻ്റെ സെക്ഷനിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നീണ്ട ഒരു നിര തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയി വെറുതെ ക്യൂ നിൽക്കണ്ട, ഇവിടെ ഇപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആദ്യം ഈ ഒരു സംഭവം ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാം. റോക്കറ്റ് ഇജക്ഷൻ എന്ന് പറയുന്നത് എന്തിലും ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തെറിച്ച് മുകളിലേക്ക് അങ്ങ് പോകും. വളരെ സിമ്പിളാണ്, പക്ഷേ അത്യാവശ്യം കുറച്ച് ധൈര്യം കൂടെ വേണം കേട്ടോ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സിബ് ലൈനിൽ കയറാനായിട്ട് ക്യൂവിൽ നിന്നു. അപ്പോൾ കുറച്ച് അധികം നേരം കുഞ്ഞ് ക്യൂവിൽ നിന്ന് കേട്ടോ. അതിന് ശേഷമാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഷാരോൺ എന്തായാലും ഇതിലൊക്കെ കയറിയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ വെറുതെ നിന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ പോയി ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നിന്ന് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു കേട്ടോ. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ. സൈഡിലായിട്ട് കാണുന്നില്ലേ ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുഞ്ഞുങ്ങളിങ്ങനെ ചെറിയൊരു കളിപ്പാട്ടമൊക്കെ വെച്ച് പിള്ളേർക്കൊക്കെ അതിനകത്തിരുന്ന് ഇങ്ങനെ തുഴഞ്ഞ് കളിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതൊരു അഡ്വഞ്ചർ ആണെന്ന് തോന്നുന്നു. ഒരു ജീപ്പ് കണ്ടു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, ഇങ്ങനെ പൊടിയൊക്കെ പറത്തി ഇങ്ങനെ പോകുന്ന കണ്ടു. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. നല്ല രസമില്ലേ?
വലിയവർക്കും ഇതുപോലെ നീന്തി കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കയറുമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ, കുഞ്ഞ് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. കുറച്ച് നേരം കാത്തു നിന്ന് ഷാരോന്റെ ഊഴം എത്താറായിട്ട് ഈ സൈഡിലായിട്ടൊരു പയ്യനെ കണ്ടില്ലേ, അവരെന്തെന്ന് വെച്ചാൽ നമുക്കിപ്പം സിപ്പ് ലൈനിൽ കയറി അങ്ങ് എത്തുന്നത് വരെയുള്ളൊരു വീഡിയോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരത് എടുത്ത് തരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ 300 രൂപ നമ്മൾ പേ ചെയ്താൽ മതി. അതിന് വേറൊരു കൗണ്ടർ ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് അവർ ഓരോരുത്തരുടെ അടുത്തും ചോദിക്കും, ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം അവർ ചെയ്യും കേട്ടോ. പേ ചെയ്തിട്ട് ആ സ്ലിപ്പ് കൊണ്ടുവന്ന് കൊടുത്താൽ മതി, അവരപ്പം തന്നെ നമ്മുടെ ഫോണിലേക്ക് അതാക്കി തരുമേ. കണ്ടില്ലേ, ഇതാണ് കേട്ടോ അവർ ഞങ്ങൾക്ക് തന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പം പാരാഗ്ലൈഡിങ്ങും അതുപോലെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. പേടിയില്ലാത്തവർക്കും ഈ ഒരു അഡ്വഞ്ചേഴ്സിനെയൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അതുമാത്രമല്ല അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.